ഒരിക്കൽ എൻ്റെ ആഗ്രഹം എന്ന വിഷയത്തിൽ ഉപന്യാസം എഴുതാൻ ഹോംവർക്ക് ലഭിച്ചപ്പോൾ ഒരു കുട്ടി എഴുതിയ വരികൾ ഇങ്ങനെയായിരുന്നു: ഒരു സ്മാർട്ട് ഫോൺ ആകാനാണ് എൻ്റെ ആഗ്രഹം. യഥാർത്ഥത്തിൽ എന്നേക്കാൾ അധികമായി എൻ്റെ ഉമ്മയും ബാപ്പയും ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണാണ്. എനിക്ക് വേണ്ടി ചെലവിടാൻ അവർക്കൊട്ടും സമയമില്ല. വളരെ സൂക്ഷിച്ചാണ് അവർ സ്മാർട്ട് ഫോണുകളെ കൊണ്ടു നടക്കുന്നത്. പക്ഷേ എന്നെ ശ്രദ്ധിക്കാനും എൻ്റെ കൂടെ സമയം ചെലവഴിക്കാനും പലപ്പോഴും അവർ മറന്നുപോകുന്നു. എൻ്റെ മാതാപിതാക്കൾ ഏതെങ്കിലും അത്യാവശ്യ കാര്യം ചെയ്യുന്നതിനിടയിൽ സ്മാർട്ട് ഫോൺ ബെല്ലടിച്ചാൽ ആദ്യത്തെ ബെല്ലിൽ തന്നെ അവർ ഫോൺ എടുക്കും. എന്നാൽ ഞാൻ കരഞ്ഞാൽ പോലും സമയമേറെ കഴിഞ്ഞായിരിക്കും ആരെങ്കിലും വന്നെടുക്കുന്നത്. ചിലപ്പോൾ കരഞ്ഞാലും ആരും എന്നെ എടുക്കാറില്ല. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയാൽ സ്മാർട്ട് ഫോണുമായി ചിലവഴിക്കാൻ പാപ്പാക്ക് സമയമുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ഒന്നിരിക്കാൻ ഒട്ടും സമയമില്ല. ബാപ്പയും ഉമ്മയും ഫോണിൽ ഗെയിം കളിക്കാറുണ്ട്. പക്ഷേ എന്നോടൊപ്പം അവർ കളിക്കാറില്ല. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഒരു സ്മാർട്ട് ഫോണായി തീരുക എന്നതാണ്. വല്ലാതെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ് മേലുദ്ധരിക്കപ്പെട്ടത്. മനുഷ്യജീവിതത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. അവയ്ക്ക് അഡിക്റ്റാവുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും ശിഥിലമാകുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വവിഖ്യാത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു വച്ച വാക്കുകൾക്ക് ഇന്നേറെ പ്രസക്തിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, സാങ്കേതിക വിദ്യ മനുഷ്യബന്ധങ്ങളെ മറികടക്കുന്ന കാലം വരുമെന്ന് ഞാൻ ഭയക്കുന്നു. വിഡ്ഢികളുടെ തലമുറ നിറഞ്ഞ ലോകമായിരിക്കും അത്. എത്ര സത്യമാണ് ഈ വാക്കുകൾ! സാങ്കേതിക വിദ്യയുടെ വ്യാപനം നമുക്ക് സമ്മാനിച്ച ശീലങ്ങളാണ് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും. രാജ്യത്ത് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം 2 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഡിജിറ്റലൈസേഷൻ നൽകുന്ന ആശയങ്ങളും സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റവും ഇന്നേറെ പ്രസക്തമാവുകയാണ്. മേലുദ്ധരിക്കപ്പെട്ട സംഭവത്തിലെന്ന പോലെ സ്മാർട്ട് ഫോണാവാൻ കൊതിക്കുന്ന ഏതെങ്കിലും കുട്ടിയുടെ രക്ഷിതാവാണോ നിങ്ങൾ? അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്? പുനർവിചിന്തനം തേടുന്ന ചോദ്യങ്ങളാണിവ. ഒരു ദിവസം ലോകത്തെ എല്ലാ മൊബൈൽ നെറ്റ്വർക്കുകളും പണിമുടക്കി മൊബൈലിൽ ഒന്നും കിട്ടാത്ത ഒരവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന എത്രയെത്ര ബാല്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. സ്നേഹം തേടുന്ന ഒരുപാട് പേരെ നമുക്ക് കൂടെ കാണാം. ഇപ്പോൾ ആരെയും നാം കാണുന്നില്ല. കാരണം മനുഷ്യർ ഇപ്പോൾ തലോടുന്നത് കൂടപ്പിറപ്പുകളായ മനുഷ്യരെയല്ല, കയ്യിലുള്ള ഉപകരണങ്ങളെയാണ്. പരസ്പരം മനുഷ്യരെ കണ്ട് തലോടാൻ സമയം നമുക്ക് ലഭിക്കാറില്ല. അതേസമയം വാട്സപ്പിൽ വിശേഷം ചോദിച്ച് സ്മൈലുകൾ അയക്കാനും സങ്കടം കേൾക്കാനുമൊക്കെ സമയം നമ്മൾ കണ്ടെത്തും. നേരെ മറിച്ച് സാരമില്ലടാ എന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കേണ്ടവർ പോലും ഇന്ന് മൊബൈലിൻ്റെ അരണ്ട വെളിച്ചത്തിലാണ്. ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കുടുംബത്തിൻ്റെ കൂടെ ഒന്നിരുന്ന് നോക്കണം. ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് ഒരു വേറെ ലെവലാണ്. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധമകലാൻ മീഡിയയുടെ അമിത ഉപയോഗം കാരണമാകുന്നു എന്ന് ഇന്നത്തെ കണക്കുകൾ നമ്മെ തെളിയിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ചെലവഴിക്കുകയും മക്കൾ സ്മാർട്ട് ഫോണിൽ ബാല്യവും കൗമാരവും തളച്ചിടുകയും ചെയ്യുമ്പോൾ ഇല്ലാതാകുന്നത് ഹൃദയബന്ധങ്ങളാണ്. ജീവിതത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും സമ്പത്തും സമ്പാദ്യങ്ങളും നേടിയെടുക്കാൻ വഴി കാണിച്ചു കൊടുക്കുന്ന നമ്മിൽ എത്ര പേർ
മൂല്യങ്ങൾ നിറഞ്ഞ, സഹജീവികളോട് സൃഷ്ടാവിനെ ഭയമുള്ള, കരുണയുള്ള, നന്മയുടെ നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നല്ല വിത്തിൽ നിന്നേ നല്ല ഫലം കായ്ക്കും. ഇതിനൊക്കെ മീഡിയ തിരക്ക് നമ്മെ അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം. അതിനാൽ സോഷ്യൽ മീഡിയ നിരോധനമല്ല, നിയന്ത്രണമാണ് ആവശ്യം. നവമാധ്യമങ്ങളെ എതിർക്കുന്നവരോടും ഒരു വാക്ക്: മാധ്യമങ്ങളല്ല, അതിൻ്റെ ഉപഭോക്താക്കളുടെ നിലപാടാണ് അവയെ നല്ലതോ ചീത്തയോ ആക്കി മാറ്റുന്നത്. ഇന്നത്തെ റമദാൻ ചിന്ത ഇങ്ങനെയാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.